السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഒരു സത്യവിശ്വാസി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ ചില അറിവുകളാണ് ഈ ക്ലിപ്പിലൂടെ സഹോദരന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഉള്ള സൂറത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ഒരു സൂറത്ത്, ആ സൂറത്ത് മുഖേന നമുക്ക് കിട്ടുന്ന നേട്ടങ്ങള്, ആ സൂറത്ത് കൊണ്ടുള്ള ഖുർആനികമായ ചികിത്സകൾ എല്ലാം ഈ ക്ലിപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടെ കേട്ടാൽ കേൾക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി. ആദ്യമായി ഉണർത്തട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഫാത്തിഹ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ്. ഈ സൂറത്തിന്റെ പുണ്യം കിതാബുകളിൽ നിന്ന് വളരെ രേഖയുടെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ തന്നെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഫാത്തിഹ കൊണ്ടുള്ള ഖുർആനിക ചികിത്സയിൽ നിന്ന് ഒരു ചെറിയ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഹദീസുകളിലൂടെയാണ് ഈ ക്ലിപ്പ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം ഒരിക്കലും തന്നെ നഷ്ടപ്പെടുകയില്ല എന്നുണർത്തുകയാണ്. ഒന്നാമത്തെ ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത് കൂടെയുണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദ്ദസനി ജിബ്രീലു ഹദ്ദസനി ഇസ്രാഫീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഹദീസ് പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞു എന്ന്. ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുന്നു, ഖാലല്ലാഹു യാ ഇസ്രാഫീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മൻ ഖറഅ ഫാത്തിഹത്തൽ കിതാബി മറത്തൻ വാഹിദത്തൻ, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിലുള്ള ഫാത്തിഹ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ യശ്ഹദു അന്നീ ഗഫർതു ലഹു വ ഖബിൽതു മിൻഹുൽ ഹസനാത്ത്, നിങ്ങൾ മലക്കുകളെ നിങ്ങൾ സാക്ഷി നിൽക്കുക, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, വ ഖബിൽതു മിൻഹു, അവനിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അൽ ഹസനാത്ത്, അവൻ ചെയ്യുന്ന നന്മകൾ, വ തജാവസ്തു അൻഹു സയ്യിആത്ത്, അവനിൽ നിന്നുണ്ടാകുന്ന തിന്മ ഞാൻ അവനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ്, വലാ ഉഹ്ദിഖു ലിസാനഹു ഫിന്നാർ, അവന്റെ നാവിനെ ഞാൻ ഒരിക്കലും നരകത്തിലിട്ട് കരിക്കുകയില്ല, വഉജീറുഹു മിൻ അദാബിൽ ഖബ്രി വഅദാബിൻ നാർ, ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഞാൻ അവനെ കാക്കുന്നതുമാണ്. ഒരു പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതിയ ആളെ സംബന്ധിച്ചാണ് ഈ ഹദീസ്. വലിയ മഹത്വമാണ് ഫാത്തിഹ സൂറത്തിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ
ഈ ഒരൊറ്റ ഹദീസ് തന്നെ മതിയ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ ബിസ്താമി എന്നവർ ദുറത്തുൽ ആഫാഖ് ഫീ ഇൽമിൽ ഹുറൂഫി വൽ ഔഫാഖ് എന്ന് പറയുന്ന ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. ആ കിതാബിൽ അവർ പറയുകയാണ്, മൻ ദാവമ അലാ ഖിറാഅത്തിൽ ഫാത്തിഹത്തി മഅൽ ബസ്മലത്തി അഖിബ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ സുബ്ഹ മററാത്തി. ആരെങ്കിലും ഓരോ ഫർദ് നിസ്കാരത്തിന്റെയും ശേഷം ബിസ്മിയോടുകൂടെ ഫാത്തിഹ സൂറത്ത് 7 പ്രാവശ്യം ഓതുന്നതിന്റെ മേലിൽ പതിവാക്കിയ, മൻ ദാവമ ആരെങ്കിലും പതിവാക്കിയ, ബി അദദി ആയാത്തിഹ ഫാത്തിഹയിലുള്ള ആയത്തിന്റെ എണ്ണമനുസരിച്ച് 7 ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത്. ആ ഒരു ആയത്തിന്റെ എണ്ണം കണക്കാക്കി ഓരോ ഫർദിന്റെയും ശേഷം ഫാത്തിഹ സൂറത്ത് ആരെങ്കിലും ഓതിയാൽ, അപ്പൊ 7 പ്രാവശ്യം ഓതിയാൽ, ഫതഹല്ലാഹു അലൈഹി അബ്വാബൽ ഖൈറാത്ത്, എല്ലാ നന്മയുടെയും വാതിലുകൾ അല്ലാഹു തആല അവൻക്ക് തുറന്നു കൊടുക്കുന്നതാണ്. മാദാമ യഖറൗഹ, ഇങ്ങനെ അവൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം, വകഫാഹുല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദീനിഹി വദുനിയാഹു, അവന്റെ ദീനിന്റെ കാര്യത്തിൽ നിന്നും അവന്റെ ഐഹികമായ കാര്യങ്ങളിൽ നിന്നും അവനിക്ക് എന്തൊക്കെ ഉണ്ടോ, അവനിക്ക് പ്രയാസമുണ്ടാകുന്ന, അവൻ ആഗ്രഹിക്കുന്ന, മുഖ്യമായി കരുതുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകുന്നതാണ് എന്ന് ഈ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. നീയും കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഇതൊരു ചികിത്സന്റെ ഭാഗമായിട്ടുള്ള ഹദീസാണ്. മരിദൽ ഹസൻ ഇബ്നു അലി, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു രോഗിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന പേരക്കുട്ടിയായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസമുണ്ടായി. അങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അറിയിക്കുകയാണ്, അനിഖറ സൂറത്തൻ ലാ ഫാഅ ഫിഹ, നബിയെ നിങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ള ഫാ ഇല്ലാത്ത ഒരു സൂറത്ത് ഓതുക. ഫഇന്നൽ ഫാഅ മിനൽ ആഫാത്തി, ഫാ ആഫത്തിൽ നിന്നുള്ളതാണ്, അതുകൊണ്ട് ഫാ ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് ഓതുക. അലാ ഇനാഇൻ ഫീഹി മാഉൻ, ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് ഓതുക. 40 മറ, 40 പ്രാവശ്യം. എന്നിട്ട് വതസിൽ ബിഹി യദൈഹി വരിജ്ലൈഹി വഅജ്റഹു വമാ ലഹറ മിൻ ബദനിഹി, മാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലും കൈയും മുഖവും അതേ പ്രകാരം ശരീരത്തിൽ നിന്ന് വെളിവായി നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും അതുകൊണ്ട് കഴുകുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അസുഖവും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നീക്കിക്കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ ചെയ്തപ്പോൾ പൂർണ്ണമായി സുഖമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അവർ പറയുന്നു, കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫദഅനി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു. ഫലം ഉജിബുഹു, ഞാൻ മറുപടി പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞില്ല വിളിക്ക്.
അങ്ങനെ ഞാൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഞാൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅക അൻ തഅതിയനി, ഞാൻ വിളിച്ചപ്പോൾ വരുന്നതിനെ നിന്നെ തടഞ്ഞ വസ്തു എന്താ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലം യഖുലില്ലാഹു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നീ കണ്ടിട്ടില്ലേ? ഇസ്തജീബു ലില്ലാഹി, അല്ലാഹുവിനും അല്ലാഹുവിന്റെ പ്രവാചകർക്കും നിങ്ങളെ വിളിച്ചാൽ ഉത്തരം നൽകുക. അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ ഉത്തരം നൽകണം നിസ്കരിക്കുകയാണെങ്കിൽ. അലാ ഉഅല്ലിമന്നക, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള ഏറ്റവും മഹത്വമുള്ള വളരെയധികം ഉപകാരമുള്ള ഒരു സൂറത്ത്. ഖബ്ല തഖ്റുജ മിനൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ്. ഫഅഖദ ബിയദി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു. കുറെ സമയം ഞങ്ങൾ സംസാരിച്ചു, നടന്നു. ഫലമ്മ അറദ്ന അൻ നഖ്റുജ, അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക ഖുൽത, നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ലഉഅല്ലിമന്നക, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ഒരായത്ത് പഠിപ്പിച്ചു തരാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബി, ഫാത്തിഹ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത്. ഇനി ഒരു ഖുർആനിക ചികിത്സ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ദൈറബി റളിയല്ലാഹു അൻഹു ചികിത്സക്ക് സംബന്ധിച്ച് പറയുന്ന ഒരു പണ്ഡിതനാണ്. അവരുടെ മുജറബാത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, ഒമിൻ ഖവാസിൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ പ്രത്യേകതയിൽപ്പെട്ടത്, അന്നമൻ കതബ ഫീ ഇനാഹി, ആരെങ്കിലും ഒരു പാത്രത്തിൽ ഫാത്തിഹ സൂറത്ത് എഴുതിയാൽ, വമഹാഹ ബിമാഇൻ, എന്നിട്ടതിനെ വെള്ളം കൊണ്ട് മായ്ക്കുകയും, വശരിബഹ, അത് കുടിക്കുകയും ചെയ്താൽ, സാല നിസ്യാനു, അവന്റെ മറവി എന്ന അസുഖം നീങ്ങിപ്പോകുന്നതാണ്. ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് പഠിച്ചതൊക്കെ മറക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തു വെച്ച കാര്യങ്ങൾ മറന്നുപോവുക, കുറഞ്ഞ സമയം കൊണ്ട് അരണയുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് മറക്കുന്ന ചില ആളുകളൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി എന്തിലാണ് എഴുതേണ്ടത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അറബി മഷി കൊണ്ട് തന്നെ എഴുതിയാൽ മതി. എന്നിട്ട് മഴവെള്ളം ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് കഴുകി അത് കുടിച്ചാൽ അവന്റെ മറവി നീങ്ങിപ്പോകുന്നതാണ്. ഇതുപോലെ കണ്ണിന്റെ വേദന, അത് അസുഖമായി ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാം. അതിനെ സംബന്ധിച്ച് പറയുന്നു, ഫാത്തിഹ സൂറത്ത് സുബഹി നിസ്കാരത്തിന്റെ ഫർളിന്റെയും സുന്നത്തിന്റെയും ഇടയിൽ. അപ്പൊ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കണം. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ആ സുബഹിന്റെ ഫർള് നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് ആദ്യമായി അവന് സുന്നത്ത് നിസ്കരിക്കണം. സുബഹിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ആ സുന്നത്ത് നിസ്കാരത്തിന്റെയും ഫർളിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട്, എന്ന് പറയുമ്പോ ഫർള് നിസ്കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ആയിരിക്കണം, അല്ല സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആവണം. ആരെങ്കിലും ഒരു 41 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതി, എന്നിട്ട് ഒരു വെള്ളത്തിൽ ഊതി ആ വെള്ളം കൊണ്ട് മുഖം കഴുകുകയും, അല്ലെങ്കിൽ കയ്യിലൂതി കൈ കൊണ്ട് അവന്റെ കണ്ണ് തടവുകയും ചെയ്താൽ കണ്ണിന്റെ വേദന സുഖപ്പെടും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ
ആ മുജറബാത്ത് എന്ന് പറയുന്ന കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ പ്രകാരം പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടിയും മന്ത്രിക്കുന്നതിന് ഉപകാരപ്പെട്ട ഒരു സൂറത്താണ്. ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ട സഹാബാക്കളുടെ ഒരു സംഘം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണുള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആണ്. അവർ പറയുന്നു, കുന്നാ ഫീ മസീരിൻ ലനാ, ഞങ്ങളൊരു യാത്രയിലായി. ഫനസൽനാ മൻസിലൻ, അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ ഞങ്ങളെ ഒരു വെള്ളം പോലും സഹായിക്കാതെ നൽകാതെ ഭക്ഷണം നൽകാത്ത ഒരു രാജ്യം. അവിടെ ഞങ്ങൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാഅത്ത് ജാരിയത്തുൻ, ഒരു പെൺകുട്ടി വന്നുകൊണ്ട് ഫഖാലത്ത് പറഞ്ഞു, ഇന്ന സയ്യിദൽ ഹയ്യി സലീം, ഞങ്ങളുടെ ഗോത്ര നേതാവ് സലീമാണ്, അദ്ദേഹത്തിന് വിഷം ബാധിച്ചിരിക്കുന്നു, ഒരു വിഷജന്തു അദ്ദേഹത്തിനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവിടെ സലീം എന്ന് പറഞ്ഞാല് രക്ഷപ്പെട്ടവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. അത് അവരുടെ ഒരു പ്രയോഗമാണ്. ഒരു നല്ല ലക്ഷണമാകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അത് സുഖമാകും എന്നതിലേക്ക് സൂചനയായിക്കൊണ്ട് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി സലീം എന്ന് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയാണ് ആ പദം ഉപയോഗിച്ചത്. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ സംഘം, ഞങ്ങളുടെ ഗോത്രത്തിലുള്ള ആളുകൾക്കൊന്നും വിവരം കുറവാണ്. ഹൽ ഫീക്കും റാഖീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ പറ്റിയ വല്ലവരും ഉണ്ടോ? അയാൾ ആ വിഷജീവി കുത്തിയത് കൊണ്ട് വളരെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ഫഖാമ മഅഹാ റജുലുൻ, സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നൊരു പുരുഷൻ ആ പെൺകുട്ടിയുടെ കൂടെ ചെന്നു. മാ കുന്നാ നഅ്ബനുഹു ബിറുഖിയ, ആ പുരുഷന് മന്ത്രം അറിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. ഫറഖ, അങ്ങനെ അദ്ദേഹം ചെന്നു. ഒരു ഭക്ഷണമൊന്നും നൽകാത്ത ആ രാജ്യമായതുകൊണ്ട് അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, മന്ത്രിക്കണമെങ്കിൽ എന്തെങ്കിലും തരണം, ഞങ്ങൾക്ക് തരാമെന്ന് കരാറ് വേണം. അങ്ങനെ ആടിൽ നിന്നുള്ള ഒരു സംഘം നൽകാമെന്ന ഒരു കരാർ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് മന്ത്രിച്ചു. അപ്പോൾ ആ വിഷം ബാധിച്ചതായ ആളുടെ അസുഖം സുഖമായി. അങ്ങനെ 30 ആടുകളെ കിട്ടി. ആടുകളുമായിട്ട് അവർ തിരിച്ചു. മദീനയിലേക്ക് പോരുമ്പോൾ സഹാബാക്കൾ പരസ്പരം തർക്കമായി. ഈ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിച്ച് അതിന് വേണ്ടി പ്രതിഫലം വാങ്ങുക എന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിനെ സംബന്ധിച്ച് പറയണം എന്ന് പറയുകയും അങ്ങനെ മദീനയിൽ ചെന്നു. തങ്ങളോട് ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫാത്തിഹ മന്ത്രിക്കാൻ പറ്റുമെന്ന് ആരാണ് നിങ്ങൾക്ക് അറിയിച്ചു തന്നത് എന്നപ്പോൾ ചോദിക്കുകയും, ആടുകളെ നിങ്ങൾ ഓഹരി ചെയ്ത് എല്ലാവരും എടുക്കുക, എനിക്കും ഒരു ഓഹരി തരണം എന്ന് പറഞ്ഞു എന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ 2276 നമ്പർ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുസ്ലിം അവരുടെ മുസ്ലിം എന്ന് പറയുന്ന കിതാബിൽ 2201 നമ്പറായി ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഫതുൽ ബാരി, ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുൽ ബാരിയിൽ 5736 നമ്പർ ഹദീസായി ഹദീസ് പറയുകയും ഈ ഹദീസ് കൊടുത്തതിന് അധ്യായമായി ബാബു റുഖിയത്തി ബിഫാത്തിഹത്തിൽ കിതാബി, ഫാത്തിഹ ഓതി മന്ത്രിക്കുന്നതിനെ പറ്റി വിവരിക്കുന്ന അധ്യായം
എന്ന ഹെഡിങ് കൊടുത്ത് അതിലാണ് ഈ ഫാത്തിഹ കൊടുത്തത്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി. തുർമുദി എന്ന ഹദീസിന്റെ കിതാബിൽ 2064 നമ്പർ ഹദീസായി ഈ ഹദീസ് കാണാം. നസായി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ 1028 നമ്പർ ഹദീസായി ഈ ഹദീസ് കാണാം. ഇങ്ങനെ സിഹാഉ സിത്തയിൽ മുഴുവനുമുള്ള ഇബ്നു മാജ എന്ന് പറയുന്ന കിതാബിന്റെ 2560 നമ്പർ ഹദീസായി ഈ ഹദീസ് കാണാം. അബൂദാവൂദ് എന്ന ഹദീസ് കിതാബിൽ 2140 ഹദീസായി ഈ ഹദീസ് കാണാം. ഇങ്ങനെ എല്ലാ ഹദീസിന്റെ കിതാബിലുമുള്ള സംഭവമാണ്. ഒരു സഹാബി ഫാത്തിഹ ഓതി മന്ത്രിച്ച് വിഷം ബാധിച്ച മനുഷ്യന് സുഖപ്പെട്ടു. അതിന് പകരമായി പ്രതിഫലമായി ആടിനെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ഓഹരി ചെയ്തെടുത്തു എന്നത് വളരെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഫാത്തിഹ എന്ന് പറയുന്ന സൂറത്ത് വലിയ മഹത്വമുള്ളതാണെന്നതിന്റെ പുറമെ അത് നമ്മുടെ ഏത് പ്രയാസങ്ങൾക്കും ഓതുവാനും ഓതി മന്ത്രിക്കുവാനും എല്ലാം പറ്റുന്ന ഒരു മഹത്വമുള്ള പുണ്യമുള്ള സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പലരും പ്രയാസങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് ചെയ്തിരുന്നു. പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷവും റാഹത്തും എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.